പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ 2015 ഏപ്രിൽ 12-ാം തീയതിയാണ് ഫ്ലവേഴ്സ് സംപ്രേഷണം ആരംഭിച്ചത്. ഇതിൻ്റെ പരമാത്മാക്കളും ജീവാത്മാക്കളുമായ കുറച്ച് ആളുകളുണ്ട്. അതിലേറ്റവും പ്രമുഖനാണ് ഒരു വടകരക്കാരൻ ഗോകുലം ഗോപാലേട്ടൻ. ഗോകുലം ഗോപാലേട്ടനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് ഗോപാലേട്ട. ഗോപാലേട്ടൻ്റെ ഉദ്ഘാടന പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഗോപാലേട്ടൻ സുഖമാണോ? ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു. മൈക്കൽ വരേണ്ട, മൈക്കൽ ആവശ്യമില്ല. കഴിച്ച ഭക്ഷണത്തിനൊന്നും ആവശ്യം ഗോപാലേട്ടൻ ഓടി കിടക്കുക, അതുകൊണ്ട് ഭക്ഷണമൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ 24-ന്റെ സ്മാർട്ടായ അവതാരകരെല്ലാം തിരൂരിൽ എത്തിയിട്ടുണ്ട്. അവരെ കൂടി ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു. പ്ലീസ് PP ജെയിംസ്, KR ഗോപികൃഷ്ണൻ, പ്രജിൻസി കണ്ണൻ, S വിജയകുമാർ, ആഷ്മി താജ് ഇബ്രാഹിം, അനുജ രാജേഷ്, TK റീജിത്ത്, പ്രജിൻസി കണ്ണൻ ആൻഡ് കൃഷ്ണ ചെറിയാൻ, ദീപക് ധർമ്മടം. ബാക്കിയുള്ളൊരു സ്റ്റുഡിയോയിൽ പ്രോഗ്രാം നടത്താൻ വേണ്ടി അവിടെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ പോകാൻ കടയടച്ചു പോകത്തില്ലേ, അതുകൊണ്ട് കുറച്ച് പേരെ നമ്മൾ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഗോപാലേട്ടൻ്റെ ഉദ്ഘാടന പ്രസംഗം. എൻ്റെ എത്രയും പ്രിയപ്പെട്ട മലപ്പുറം ജില്ലയിലെ കലാസുഹൃത്തുക്കളെ, ഇത് അവതാരകന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട അനുജൻ ശ്രീകണ്ഠൻ നായർ അവരുടെ, ശ്രീകണ്ഠൻ നായർ പേരപ്പോൾ ചിലപ്പോൾ മറന്നു പോകും, പക്ഷെ മനസ്സിന് മുഴുവൻ അത് തന്നെയാണ്. ഇവിടെ കൂടിയിട്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇത് 2012 ആരംഭിക്കുമ്പോൾ എല്ലാവരും മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ വന്ന് പറഞ്ഞപ്പോൾ ശ്രീകണ്ഠൻ നായർ വന്നപ്പോൾ ഞാൻ എനിക്ക് നാട്ടിൽ ഇത്രയും ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചാനൽ കണ്ടപ്പോൾ എന്തിനെങ്ങനെ പുതിയൊരു കാര്യം ആരംഭിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇതൊരു പ്രത്യേകതയാണ് ഗോപാലേട്ടൻ, ഇതിന് ഒരു പ്രത്യേകതയുണ്ട്, അത് നിങ്ങൾ നോക്കിക്കോളുന്നു. പക്ഷേ ഞാനത് അന്വേഷിച്ച ശേഷം, കാരണം വളരെ മുമ്പേ തന്നെ റേഡിയോയിൽ അവതാരനായപ്പം തന്നെ എനിക്കറിയുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങളും അതുപോലെ അവതാരകരൊക്കെ കണ്ടപ്പോൾ അത് ഞാൻ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരാൾ നമുക്ക് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഒരു സമൂഹത്തിൽ. അത്രത്തോളം ഒരു ഇമ്പ്രഷൻ എനിക്ക് ശ്രീകണ്ഠൻ നായരെ പറ്റിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിന് ഞാൻ ഇത്തിരി വലിയൊരു എമൗണ്ട് നമുക്കൊക്കെ ചിലവഴിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും മാറ്റി നിർത്തിക്കൊണ്ട്, കാരണം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുമെന്ന ഒരു മനോഭാവം നമുക്കുണ്ട്. കാരണം കഴിവുള്ളവർ, എഞ്ചിനീയറാണ് എഞ്ചിനീയർ, ഡോക്ടർമാരാണ് ഡോക്ടർമാർ, അങ്ങനെ കഴിവുള്ളവരെ ഏറ്റവും ഉന്നത രീതി ആ ഫീൽഡിൽ ഏറ്റവും ഉന്നതന്മാരാക്കുക എന്നൊരു ഒരു 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 കൾച്ചറാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ളത്. ആ കൾച്ചറിലാണ് ഞാൻ ശ്രീകണ്ഠൻ നായർ ഏറ്റവും നല്ല ഒരു അവതാരകൻ, അല്ലെങ്കിൽ ഒരു നല്ല TV-യിലെ ഏറ്റവും മാനേജറാക്കി മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങളെ മാനേജ്മെൻറ്റ് എല്ലാവർക്കും കഴിഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ സന്തോഷിക്കുന്നു അറിയാം. പിന്നെ ഈ സമ്മേളനം എന്ന് പറഞ്ഞാൽ ആദ്യം സ്റ്റേറ്റ് സമ്മേളനം നടത്തി. അന്ന് പ്രേക്ഷകരുടെ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രേക്ഷകരുടെ മീറ്റിംഗ് നടക്കുന്നത്. അത് ഞാൻ ആദ്യം എന്തെന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ ആ പരിപാടി വളരെ വിജയകരമായിരുന്നു. നിങ്ങൾ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞു. അത്രയും നല്ല ഒരു പരിപാടി. കാരണം പ്രേക്ഷകർക്ക് അത്രയും, കാരണം നിങ്ങൾ ഇത്ര പേരെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലോടുള്ള സ്നേഹം കൊണ്ടാണ്, അതിലുള്ള ചില ക്വാളിറ്റി കൊണ്ടാണ് നിങ്ങളിവിടെ സന്നിഹിതരായിട്ടുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അത് മനസ്സിലായിട്ടാണ് ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നത്. കാരണം ഇതും അവതാരകന്മാരുടെയും മാനേജ്മെൻറ്റിൻ്റെയും പ്രേക്ഷകരുടെയും ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയാൽ മാത്രം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചാനലാക്കുന്നത്. കാരണം നിങ്ങൾ അഭിപ്രായം വിളിച്ച് പറയാനുള്ള അവകാശം നിങ്ങൾക്കൂടെ ഉണ്ട്. അതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും നേരിട്ട് TV കാണുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ അവതാരകന്മാരെ നേരിട്ട് കാണാം, ഇവിടെ അവതരിപ്പിക്കുന്ന ഏറ്റവും ശ്രീകണ്ഠൻ നായരെ കാണാം, അത്യാവശ്യം നിങ്ങൾ മാനേജ്മെൻറ്റ് ആൾക്കാരെയും കാണാം. കാരണം ഞങ്ങൾ ഇതിന് എണ്ണ ഒഴിക്കേണ്ടവരാണ്. തിരി കത്തണമെങ്കിൽ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അതാണ് ഞങ്ങൾ എണ്ണ ഒഴിക്കുന്ന ആളാണ്. അപ്പോൾ അത് ചിലപ്പോൾ ആരും കാണൂല. എന്നാലും ഞാൻ പറയാം, ഇത് ഏറ്റവും നല്ല ഒരു, കാരണം ഇന്ന് മലപ്പുറത്ത് ഞങ്ങളെ സംബന്ധിച്ചോളം എന്തുകൊണ്ടാണ് മലപ്പുറത്ത് ആദ്യത്തെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മലപ്പുറത്ത് വെക്കാനുള്ള കാരണം ഏറ്റവും നല്ലതാണ്
ഇതിന് നിങ്ങളെ ചാനലിൽ പ്രകാശിക്കുന്ന പ്രകാശകർ വന്ന് മലപ്പുറത്താണ്. അതുകൊണ്ട് ഇപ്പോൾ 24 കണക്ട് എന്ന പരിപാടി നടത്തിയതും ആദ്യമായിട്ട് ഇവിടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഞങ്ങൾ പ്രാധാന്യം കൊടുത്ത് മലപ്പുറത്ത് വന്നുകൊണ്ട് പറയുന്നതല്ല, ഞങ്ങളുടെ എല്ലാ സ്റ്റേറ്റിലും ഏത് ജില്ലയിലാണ് ആരംഭിക്കണമെന്ന് പറഞ്ഞാൽ മലപ്പുറം തന്നെയാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം, നിങ്ങളുടെ കൂട്ടായ്മ, ഇതൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഏറ്റവും വിജയം. അത് മാത്രമല്ല, ഞങ്ങളെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സബ്ജക്റ്റ് മാത്രമേ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നുള്ളൂ. അതാണ് കാര്യം. ഇന്ന് രാവിലെ ചെറിയ കുട്ടികളെ, സ്കൂൾ കുട്ടികളെ അവരൊക്കെ വന്ന് അവരോട് സംവാദം ചെയ്തപ്പോൾ അവരിൽ നിന്നുണ്ടായ പ്രചോദനം ഞങ്ങൾ അനവധിയാണ്. അപ്പോൾ അങ്ങനെ പുതിയ തലമുറ തന്നെ നല്ല വഴിയിൽ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, കഴിവില്ലാത്തവരെ സഹായിക്കുന്നുണ്ട്, വീട് കെട്ടിക്കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റുള്ളവർ ടി വിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാനൽ കൂടി കാണാം. അതിനെല്ലാം നേതൃത്വം വഹിക്കുന്ന ശ്രീകണ്ഠൻ നായർ, അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ അഭിവാദനം അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മേലും വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ജനങ്ങളുടെ കയ്യിലെടുത്തുകൊണ്ടാണ് പുള്ളിക്കാരൻ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്നിട്ട് എല്ലാവർക്കും പറഞ്ഞു ഇവരെല്ലാവരും തല്ലി കൊല്ലരുത്. അല്ല, ഞാൻ അത്യാവശ്യം കുറച്ച് മാത്രമേ പറയൂ. അതുകൊണ്ട് ഇദ്ദേഹം കുറച്ച് മാത്രമേ പറയൂ എന്ന് അവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏതായാലും നിങ്ങളുടെ ആരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു ഗോപാലേട്ട. നിങ്ങൾക്കറിയുന്നത് പോലെ ഇതിൽ നമുക്ക് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, അതിലൊരു പ്രത്യേകതയുണ്ട് ഈ നെറ്റ്വർക്കിന്. ഇതിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കി റേഷനറി വാങ്ങിക്കുക എന്ന് പറയുന്നൊരു പരിപാടി അവർക്കില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടരുത്, വളരെ സുതാര്യമായൊരു ചാനലായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഗോപാലേട്ടനൊക്കെ ഇതിനകത്ത് കോടികൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. 1 രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു സന്തോഷമാണ് ഗോപാലേട്ടനുള്ളത്. അപ്പോൾ ഇതിൽ ആർക്കും കിട്ടിയിട്ടില്ല, ഗോപാലേട്ടൻ മാത്രമൊന്നുമല്ല, ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ അതൊന്നുമല്ല കാരണം. പക്ഷേ ജനമനസ്സിലേക്ക് ഈ 2 ചാനലുകളും ഫ്ലവേഴ്സും 24ഉം ഓടിക്കയറി എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷമുള്ള കാര്യം. മാത്രമല്ല 24 എന്നുള്ള വാർത്താ ചാനൽ, നമ്മൾ ആദ്യം ഈ വാർത്താ ചാനൽ സംപ്രേഷണം ആരംഭിച്ചു നമ്മൾ പറഞ്ഞു അതിവേഗം വളരുന്ന വാർത്താ ചാനലാണിത്. നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു, പ്രേക്ഷകർ നമ്മുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളെക്കാൾ ഓവർ സ്പീഡിൽ ഇത് വളർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വാർത്താ ചാനൽ ലോകത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ കാണുന്ന വാർത്താ ചാനലായി മാറി. കഴിഞ്ഞ ഈ കൗണ്ടിങ് ഡേയിലൊക്കെ നമ്മുടെ യൂട്യൂബിലേക്ക് 5,40,000 ആളുകളാണ്, അത് ഏഷ്യയിൽ തന്നെ റെക്കോർഡായിരുന്നെന്നാണ് യൂട്യൂബ് പറയുന്നത്, യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും പ്രേക്ഷകർ ഞങ്ങളെ വിശ്വസിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഈ ഉത്തരവാദിത്വം ഞങ്ങൾ തീർച്ചയായിട്ടും നിറവേറ്റും. ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ ഉത്തരവാദിത്തത്തോടെയാണ്. അറിയാം, ഇത് തത്സമയം 24ലൂടെ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അക്രോസ് ദ വേൾഡ് മില്യൺസ് ഓഫ് മലയാളീസ് അവർ കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ ഈ പരിപാടി നമ്മൾ തിരൂരിൽ നടക്കുന്ന ഈ ആദ്യത്തെ മലപ്പുറം ജില്ലാ സമ്മേളനം, ഇനി നമ്മൾ കണ്ണൂരിലും അത് കഴിഞ്ഞ് ആലപ്പുഴയിലേക്കൊക്കെ പോകുന്നുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മൾ ജില്ലാ സമ്മേളനം നടത്തും. അപ്പോൾ ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ എഡിറ്റഡ് വെർഷൻ, അതായത് സംക്ഷിപ്ത രൂപം നമ്മൾ ഫ്ലവേഴ്സിൽ ബുധനാഴ്ച രാത്രി 9 മണിക്ക് സംപ്രേഷണം ചെയ്യും. സാധാരണ നമ്മൾ ഈ വാർത്താ ചാനലിൽ വരുന്ന പരിപാടി ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യുമോ, ഫ്ലവേഴ്സിൽ വരുന്ന പരിപാടി വാർത്താ ചാനലിൽ സംപ്രേഷണം ചെയ്യില്ല. ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇതൊരു ഐക്യത്തിൻ്റെ കാഹളമാണ്. ഒരു വല്ലാത്ത എന്താ പ്രേക്ഷകനും പ്രക്ഷേപകനും ഒന്നാകാൻ പറ്റുമെന്ന് തെളിയിക്കുന്നൊരു സ്വരമാണ്. ആ സ്വരത്തിൻ്റെ ഗാംഭീര്യം ഈ എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലാണെങ്കിൽ പോലും അതിലൂടെയും പ്രേക്ഷകരാണ്. അതുപോലെ ഇന്ന് ഫ്ലവേഴ്സിലെ കലാകാരന്മാർ ഒരുപാട് പ്രതിഭാധനർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബുധനാഴ്ച രാത്രി 9 മണിക്ക് നിങ്ങൾക്ക് ഫ്ലവേഴ്സിലും ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഞാൻ മലപ്പുറം SP ശ്രീ ശശിധരൻ, അദ്ദേഹത്തിൻ്റെ പോലീസ് വ്യൂഹം ഞങ്ങൾക്ക് ഒരുപാട് സഹായം ഈ പരിപാടി വിജയകരമായി നടത്താൻ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന 24 കണക്റ്റിൻ്റെ നമ്മൾ ഭാഗമായിട്ട് നമ്മൾ ഒരു ഭവന പദ്ധതി നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ആ ഷോറീൽ കാണിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന് ആ പരിപാടി അനൗൺസ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കും. അപ്പോൾ ആദ്യം ഗോപാലേട്ടൻ എന്തോ 2 വാക്കുകൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞു. വാക്കൊന്നുമില്ല, ഞാൻ മാത്തമാറ്റിക്സ് പഠിച്ച ഒരാളാണ്. പക്ഷെ എനിക്കൊന്ന് അറിയണം, ഇവിടെ കൂടിയുള്ള എല്ലാവരും ഐക്യമുള്ള ആളാണ്, ഒരുമിച്ചുള്ള ചിന്താധികാരമാണെന്ന് അറിയണം. അതിന് ഞാനൊരു കണക്ക് പറയാം.
അത് നോക്കാം. ഒന്ന് എല്ലാവരും ഏതെങ്കിലും ഒരു സംഖ്യ വിചാരിക്കും. എല്ലാവരും ഒരു സംഖ്യ വിചാരിക്കുക. അതിൻ്റെ ഡബിളാക്കുക. എല്ലാവർക്കുള്ള കണക്കാണ്. അതിൻ്റെ ഒരു 10 കൂടി ചേർക്കാം. അതിനൊരു 2 കൂടി ചേർക്കാം. അത് നേരെ പകുതിയാക്കാം. ആദ്യം വിചാരിച്ച സംഖ്യ അങ്ങ് മൈനസ് ചെയ്യാം. ബാക്കി 6 എല്ലാവർക്കും വന്ന് 6 എല്ലാവർക്കും 6 അപ്പോൾ നിങ്ങൾ ഐക്യമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. ആറാന്നേ. ഓക്കെ ഗോപാലേട്ട, ഇതെന്താ എന്നെ ഇതിൽ പഠിപ്പിക്കാൻ ഗോപാലേട്ട? എല്ലാ കണക്കും പഠിപ്പിക്കാൻ പറ്റില്ല. ചുമ്മാ നല്ല ഗോപാലേട്ടനും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഇത്രയും വലിയൊരു ചെയർമാൻ ആയത് ഇപ്പോഴാണ് എനിക്ക് എന്റെ കുട്ടൻസ് പിടിയിട്ട്. ഞാൻ ഇതുവരെ ആലോചിച്ചോട്ടക്കായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.